In this video, we can discuss about live or attenuated bacterial suspensions or Bacillus calmette-guerin vaccine or BCG vaccine. 6th semester B.Pharm Pharmaceutical Biotechnology യൂണിറ്റ് 3 നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രിപ്പറേഷൻസ് ഓഫ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് ലൈവ് ഓർ അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ സസ്പെൻഷൻ, അതിനുള്ള ഒരു എക്സാമ്പിൾ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലൈവ് അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ സസ്പെൻഷൻ ആണ് ബാസിലസ് കാൽമെറ്റ്-ഗുവറിൻ അല്ലെങ്കിൽ BCG വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ എന്താണ് വാക്സിൻ എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷനും അതിന്റെ ക്ലാസിഫിക്കേഷൻസുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന്റെ ടോക്സോയിഡ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ടോക്സിനെ ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള വാക്സിൻസുകൾ, അതാണ് ടോക്സോയിഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിപ്തീരിയ, സ്റ്റെഫൈലോകോക്കസ്, ടെറ്റനസ്, ടോക്സോയിഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കിൽഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസ്, കോളറ വാക്സിൻ, പെർട്ടൂസിസ്, അതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ലൈവ് അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസ്. അപ്പോൾ സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, നമ്മൾ ഓർഗാനിസം തന്നെയാണ് ആന്റിജൻ ആയിട്ട് എടുക്കുന്നത്. എടുക്കുന്ന ഓർഗാനിസത്തിനനുസരിച്ച് നമുക്ക് ബാക്ടീരിയൽ, റിക്കറ്റ്സിയൽ ആൻഡ് വൈറൽ വാക്സിൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ബാക്ടീരിയൽ വാക്സിൻസ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്ന്, നമ്മൾ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ട് വാക്സിനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചില സമയത്ത് കില്ല് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ കില്ല് ചെയ്യുന്ന സമയത്ത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആന്റിജനിസിറ്റി നഷ്ടപ്പെടുന്ന ഓർഗാനിസം ആണെങ്കിൽ അതിൻ്റെ ആന്റിജനിസിറ്റി റീറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ പാത്തോജനിസിറ്റിനെ അറ്റന്യൂറ്റ് ചെയ്യാം. അങ്ങനെയുള്ള പ്രിപ്പറേഷൻസുകൾ ഉണ്ടാകും. അതിനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് BCG വാക്സിൻ, ബാസിലസ് കാൽമെറ്റ്-ഗുവറിൻ എന്ന് പറയുന്നത്. സോ എന്താണ് ലൈവ് ഓർ അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസ്? നമ്മൾ നോർമലായിട്ട് ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യും, അതിനെ കൾച്ചർ ചെയ്യും, അതിനെ കില്ല് ചെയ്യും. ആ കില്ല് ചെയ്തതാണ് വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓർഗാനിസത്തിന്റെ ആന്റിജനിസിറ്റി നഷ്ടപ്പെടും അല്ലെങ്കിൽ ഡാമേജ് ചെയ്യും എന്നുള്ളൊരു അവസരത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ വാക്സിനാണ് ലൈവ് ഓർ അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുക? ലൈവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസ് ചെയ്യേണ്ട ആളിലോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഓർഗാനിസം അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ലൈവ് അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ സസ്പെൻഷൻസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ഓപ്ഷൻസുകളാണ് ഉള്ളത്. ഒന്ന്, ഫുള്ളി വിറുലന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് ഇംപ്രാക്ടിക്കബിൾ ആണ്. ബിക്കോസ് ദർ ഇസ് എ റിസ്ക് ഓഫ് സീരിയസ് ഡിസീസ്. നമ്മളൊരു ഡിസീസിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി വാക്സിൻ കൊടുക്കുന്ന സമയത്ത് വിറുലന്റ് ആയിട്ടുള്ള ഓർഗാനിസം ലൈവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിസീസാണ് കോസ് ചെയ്യും. അപ്പോൾ നമ്മളത്, ആ ഒരു ഓപ്ഷൻ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോസ്റ്റ് അക്സെപ്റ്റബിൾ മെത്തേഡ് ഈസ് ടു വീക്കൻ ഓർ അറ്റന്യൂറ്റ് ദ ഓർഗാനിസം സോ ദാറ്റ് ഇറ്റ് ഈസ് സേഫ് ടു അഡ്മിനിസ്റ്റർ ടു മാൻ ബട്ട് ഏബിൾ ടു സ്റ്റിമുലേറ്റ് ദ ആന്റിബോഡി പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു ഹ്യൂമനിലോട്ട് അല്ലെങ്കിൽ ഒരു മാനിലോട്ട് അല്ലെങ്കിൽ ഒരു വുമണിലോട്ട് സേഫറായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓർഗാനിസത്തിനെ വീക്കൻ ചെയ്യുക അല്ലെങ്കിൽ അറ്റന്യൂറ്റ് ചെയ്തിട്ടുള്ള, എന്നാൽ അറ്റന്യൂറ്റ് ചെയ്യുന്നതിന്റെ കൂടെ എന്ത് വേണം? ആന്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള വാക്സിനുള്ള എക്സാമ്പിൾ ആണ് BCG വാക്സിൻ എന്ന് പറയുന്നത്, ബാസിലസ് കാൽമെറ്റ്-ഗുവറിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അറ്റന്യൂറ്റഡ് ബാക്ടീരിയൽ സസ്പെൻഷൻ? അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജസുകൾ കുറച്ചുണ്ട്. ഒന്ന്, ഇറ്റ് വിൽ മിമിക് ദ റൂട്ട് ഓഫ് എൻട്രി ഓഫ് പാത്തോജൻ. നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണോ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഇൻഫെക്ഷൻ വരുന്നത്, എന്നിട്ട് എങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ അതിനോട് നാച്ചുറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്, അതേ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മിമിക് ചെയ്യാൻ പറ്റും. മിമിക് ദ റൂട്ട് ഓഫ് എൻട്രി ഓഫ് പാത്തോജൻസ്. ആൻഡ് അനദർ അഡ്വാൻറ്റേജ്, ഇറ്റ് ക്യാൻ ബി അഡ്മിനിസ്റ്റർ ഓറലി ആസ് വെൽ ആസ് nasally. And these are very cheap to produce because there is no complicated sterilization process. And then immunity is stronger because the microorganism will grow in the body. So every time when it grow,
it will stimulate the antibody production. Okay, then only smaller dose is required because they will multiply in the body. അപ്പോൾ ചെറിയ കുറച്ച് മൈക്രോ ഓർഗാനിസത്തിന്റെ ചെറിയ ഡോസ് കൊടുത്താൽ മതി, മൈക്രോ ഓർഗാനിസം ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദർ ഇസ് നോ നീഡ് ഓർ റെഡ്യൂസ്ഡ് നീഡ് ഓഫ് ബൂസ്റ്റർ ഡോസ്. സാധാരണഗതിയിൽ ഒരു പ്രൈമറി ഡോസ് കൊടുത്തു കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു ഡോസ് കൊടുക്കാറുണ്ട്. ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിന്റെ കേസിൽ ഇങ്ങനെ ഒരു കൊടുക്കേണ്ട ഡോസിന്റെ നീഡ് കുറക്കാൻ പറ്റും എന്നുള്ളത്. But there are some serious disadvantages. Like it may spread to other. നമ്മൾ ഒരാൾക്ക് ഈ ലൈവ് അറ്റിനേറ്റഡ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചിലപ്പോൾ അടുത്ത ആളിലോട്ടും ഈ ഒരു ഓർഗാനിസം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഡിഫിക്കൽട്ട് ടു അറ്റിനേറ്റ്. നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല മൈക്രോ ഓർഗാനിസത്തിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഗ്രേറ്റർ കെയർ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ. ദർ ഇസ് നോ ഇനാക്ടിവേഷൻ. നമ്മൾ ഇവിടെ ഇനാക്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. സംടൈം റിക്കവർ ഇറ്റ്സ് വിറുലൻസ് ആൻഡ് കോസ് ഡിസീസ്. നമ്മൾ അറ്റ്യൂനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ കുറക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഈ ഒരു അതിന്റെ വിറുലൻസ് കാണിക്കാനുള്ള കപ്പാസിറ്റി റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസീസ് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. Now let's see what is Bacillus Calmette-Guerin vaccine or BCG vaccine. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള സാധനമായിരിക്കും BCG വാക്സിൻ എന്ന് പറയുന്നത്. It is used to immunize against the tuberculosis. Tuberculosis എന്ന് പറഞ്ഞ ഡിസീസിനെതിരെ ഇമ്മ്യൂണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ്. And this tuberculosis is caused by an acid-fast bacteria, Mycobacterium tuberculosis. This BCG vaccine is a suspension of living cells of strains of Mycobacterium tuberculosis, is also known as Bacillus Calmette-Guerin. And why this name is because this was discovered by a French scientist, Calmette and Guerin. അപ്പോൾ ഇവർ ഡിസ്കവർ ചെയ്തുകൊണ്ടാണ് ഈ പേരിൽ BCG വാക്സിൻ, Mycobacterium tuberculosisന്റെ സസ്പെൻഷൻസ് ഓഫ് ലിവിങ് സെൽസിനെയാണ് BCG വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, now what is the source of organism for the preparation of Bacillus Calmette-Guerin vaccine? We will prefer bovine cattle strains of Mycobacterium tuberculosis than the human strain because we are hoping that it would be safer for men than human variety. ഹ്യൂമനിൽ അഫക്റ്റ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിനെക്കാളും സേഫ് ആണ് ബൊവൈൻ കാറ്റിൽ സ്ട്രെയിൻ എന്നുള്ള ഒരു ഹോപ്പോട് കൂടിയാണ് നമ്മൾ ആ ഒരു സ്ട്രെയിന് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിന്റെ ബൊവൈൻ കാറ്റിൽ സ്ട്രെയിന് നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടൈസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിൻ സാധാരണഗതിയിൽ പറയുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി ഓഫ് ഇലോണിസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെയിൻ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിനിനെയാണ് ടൈസ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, now how will we use the method of attenuation for preparing Bacillus Calmette-Guerin? അപ്പോൾ നമ്മൾ പറയുന്ന അത്ര എളുപ്പമല്ല ഈ attenuation എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. Usually we have to grow on a medium containing ox bile as it has been found to reduce the virulence of organism in culture in which it had to be used to break up the crumbs of cells. And we will culture the microorganism Mycobacterium tuberculosis cattle strain. Okay, bovine strain in Mycobacterium tuberculosisന്റെ ബൊവൈൻ സ്ട്രെയിനിനെ ഓക്സ് ബൈലിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. അത് എന്തിനുകൊണ്ടാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓക്സ് ബൈൽ മീഡിയത്തിന് വിറുലൻസ് കുറയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി എത്ര പ്രാവശ്യം സബ് കൾച്ചർ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത. അറ്റ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് minimum of 231 times subculturing has to be done for 13 years. Okay, നമ്മൾ 13 വർഷം സബ് കൾച്ചർ ചെയ്തതിന് ശേഷം 231 ഓരോ പ്രാവശ്യം 14 ദിവസത്തിൽ കൂടാത്ത രീതിയിൽ കൾച്ചർ ചെയ്യുന്ന രീതിയിൽ 231 തവണ സബ് കൾച്ചർ ചെയ്ത് 13 വർഷം കൊണ്ടാണ് നമുക്ക് ഇതിനെ അറ്റ്യൂനേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് അറ്റ്യൂനേഷൻ. Now coming to the media for the growth of microorganisms. നമുക്ക് രണ്ട് രീതിയിലുള്ള മീഡിയാസ് എടുക്കാം. ഗ്ലിസറോൾ ഫ്രീ മീഡിയം, സോർട്ടൺ മീഡിയം ഉണ്ട്. ഇപ്പോൾ നോർമൽ ആയിട്ട് അതിൽ ഗ്ലിസറിൻ, സിട്രിക് ആസിഡ്, അസ്പാർജിൻ, പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ്, അയോൺ അമോണിയം സിട്രേറ്റ്, ദീസ് ആർ ദ കമ്പോണൻസ് ഫോർ ടൈസ് സ്ട്രെയിൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു
യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സ് എന്ന് പറയുന്ന സ്ട്രെയിൻ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ടൈസ് സ്ട്രെയിൻ. അതിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയ ആണ് പറഞ്ഞത്. അതല്ലാതെ നമുക്ക് രണ്ട് ഗ്ലൂക്കോസ് ഫ്രീ മീഡിയ ഉണ്ട്, സൗട്ടേൺ മീഡിയ ഉണ്ട്. അപ്പോൾ അതിലുള്ള കണ്ടന്റുകളാണ്. അത് പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് വാക്സിൻ. BCG വാക്സിൻ നമുക്ക് രണ്ട് ഫോമിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ലിക്വിഡ് വാക്സിൻ ആയിട്ടും പ്രിപ്പയർ ചെയ്യാം, ഒന്ന് ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ലിക്വിഡ് വാക്സിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസ് ഡ്രൈസിലോട്ട് പോകുന്നത്. Let's see how we will prepare liquid vaccine. So we have already mentioned the organism, bovine strains of Mycobacterium tuberculosis, and which has to be grown in ox bile medium for 13 years, 231 times. So organism from this subcultured culture we will select. ആ ഒരു കൾച്ചറിനാണ് നമ്മൾ എടുക്കുന്നത്. ആ കൾച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് we have to check for antigenicity and freedom from pathogenicity. ഈ 231 ടൈംസ് സബ് കൾച്ചർ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിന് അതിന് ആന്റിജനിസിറ്റി ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം, അതിന് പാത്തോജനിസിറ്റി ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് കൺഫേം ചെയ്യണം. അങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം we will grow in a liquid media not more than 14 days at 37 degrees Celsius. So after the not more than 14 days, അപ്പോൾ 14 ഡേയ്സിനേക്കാളും കുറവുള്ള ദിവസം കഴിഞ്ഞതിന് ശേഷം the organism are separated by centrifugation and washed and suspended in vehicle that preserve the antigenicity and viability for long as possible. But there are some disadvantages for this liquid vaccine. BCG vaccine liquid vaccine കുറച്ച് ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ലിക്വിഡ് വാക്സിൻസുകൾ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഫ്രീസ് ഡ്രൈഡ് വാക്സിൻസുകളാണ് യൂസ് ചെയ്യുന്നത്. First disadvantage is it will deteriorate rapidly and it will lose its viability and it is unfit for use after 14 days from harvesting. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 14 ദിവസത്തിൽ കൂടുതൽ അത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വയബിലിറ്റി നഷ്ടപ്പെടുകയും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും എന്നുള്ളത് കൊണ്ട് നോട്ട് മോർ ദാൻ 14 ഡേയ്സിലേക്കാളും കൂടുതലുള്ള കൾച്ചറുകൾ നമുക്ക് ലിക്വിഡ് വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഡ്യൂ ടു ദിസ് ഷോർട്ടർ ലൈഫ് ടൈം 0 to 14 ഡേയ്സ് ആണ് ഇതിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് വാക്സിൻ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ വൈറ്റൽ ടെസ്റ്റ് ഓഫ് വിറുലൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു 6 വീക്ക് ടൈം ഒക്കെ എടുക്കും. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ഈ കുറഞ്ഞ സമയം കൊണ്ട്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് നമുക്ക് ഈ ലിക്വിഡ് വാക്സിൻസുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ ആണ്. What is the storage condition for liquid vaccine? We have to store in light resistant glass container at temperature between 2 to 8 degrees Celsius. But the problem is, നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും it have an stability of up to 14 days. 14 ദിവസം വരെയാണ് ഒരിക്കൽ നമ്മൾ ഈ ഒരു സബ് കൾച്ചർ ചെയ്ത് എടുത്തിരിക്കുന്ന പ്രിപ്പറേഷന് നമുക്ക് 14 days ആണ് അതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. Now, in order to avoid or in order to improve the disadvantages of liquid vaccine, we can prepare freeze-dried vaccines. അപ്പോൾ freeze-dried വാക്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡ് വാക്സിൻ സ്റ്റോർ ചെയ്യുന്ന അതേ ടെമ്പറേച്ചറിൽ നമ്മൾ ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ റീറ്റെയിൻ ഇറ്റ്സ് പൊട്ടൻസി ഫോർ അറ്റ്ലീസ്റ്റ് എൻ ഇയർ. ഒരു വർഷം വരെ നമുക്ക് അതിന്റെ പൊട്ടൻസി റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ വി ക്യാൻ കംപ്ലീറ്റ് ഓൾ ദ ടെസ്റ്റ് ക്യാൻ ആൻഡ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബിഫോർ ദ യൂസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണോ അതൊക്കെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ചെയ്തു തീർക്കാനും ആവശ്യത്തിന് നമുക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അത് നമുക്ക് BCG വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. Now let's see how can we prepare the freeze-dried vaccine. So the vaccine produced on the basis of seed load system. The strain which is of uniform composition is selected and maintained so as to preserve its stability. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയറുകളൊക്കെ സെയിം ആണ്. ഓക്സ് ബൈൽ സാൾട്ടിൽ 13 years 231 ടൈംസ് സബ് കൾച്ചർ ചെയ്തിട്ടുള്ള അറ്റ്യൂനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിന്റെ യൂണിഫോമിറ്റി ഉണ്ട്, അതിന്റെ കോമ്പോസിഷൻ യൂണിഫോമിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഫ്രീസ് ഡ്രൈഡ് ഫോം അറ്റ് ടെമ്പറേച്ചർ നോട്ട് എക്സീഡിങ് -20 degrees Celsius. ഫ്രീസ് ഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവ് മെത്തേഡും കൂടിയാണ്. നമ്മൾ വേണ്ട ഇനോക്കുലത്തിനൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ്. ദെൻ
culture for harvesting are done in liquid medium. Then harvested growth is separated by the filtration in the form of a cake. Filter ചെയ്യുന്ന സമയത്ത് ഒരു കേക്ക് ആയിട്ടാണ് നമുക്ക് അതിന്റെ ഫിൽട്രേറ്റ് കിട്ടുക. And this cake is homogenized in a grinding flask and suspended in a suitable sterile liquid medium designed to preserve. ഓരോ ടൈമും നമുക്ക് ഈ ഫ്രീസ് ഡ്രൈഡ് ആയിട്ടുള്ള ഫോമിലുള്ള അറ്റിന്യൂവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്സിൻ എടുക്കണം, ഓർഗാനിസം എടുക്കണം, ബൊവൈൻ സ്ട്രെയിൻസ് ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എടുക്കണം. Then we have to culture in a liquid media. After sufficient growth, we have to separate by filtration and we will get a cake, and this cake is homogenized in grinding flask and suspended in suitable sterile liquid media. നെക്സ്റ്റ് വൺ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ലയോഫിലൈസേഷൻ അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈയിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് we have to ensure the antigenicity and viability of vaccine by appropriate method. So അത് നമ്മൾ പെർഫോം ചെയ്യും. അതിനുശേഷം സസ്പെൻഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഫൈനൽ സ്റ്റെറൈൽ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ അത് ഡിസ്പെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അതിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Then we will go for freeze dry at -10 to -30 degrees Celsius under controlled condition, so as to leave final residual moisture approximately 1% in freeze dried vaccine to prevent the microbial contamination, particularly by virulent tubercle bacillus. നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് -10 to 30 ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്രീസ് ഡ്രൈയിങ് ചെയ്യുന്നത്. ചെയ്യുന്ന സമയത്ത് 1% മോയ്സ്ചർ കണ്ടന്റ് റെസിഡ്യുവൽ ആവുന്ന രീതിയിലാണ് ഫ്രീസ് ഡ്രൈയിങ് ചെയ്യുന്നത്. And then after the freeze drying, containers are sealed to prevent the contamination or deterioration of the final vaccine. But there are some difficulties present during the application of freeze drying to the vaccines. നമ്മൾ ഓർഗാനിസം എടുത്തു, അതിനെ കൾച്ചർ ചെയ്തു, അതിനെ അതിൽ ആന്റിജനിസിറ്റി ഉണ്ടോ നോക്കി, then അതിനെ ഫ്രീസ് ഡ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള വാക്സിനെ തന്നെ നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസുകളാണ്. പ്രൊഡക്റ്റ് മേ ബി അൺസൈറ്റി, കാണാൻ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സോ ദാറ്റ് ഈസ് ഫാർമസ്യൂട്ടിക്കലി അൺഅക്സെപ്റ്റബിൾ. ആൻഡ് ദ മെറ്റീരിയൽ മേ ബി സോ ഫ്ലഫി that the part of content is lost when vacuum is released in the drain chamber. And also it may be very difficult to obtain clump-free homogeneous suspension when the vaccine is reconstituted with sterile solution. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പാക്ക് ചെയ്തിട്ടുള്ള സാധനം അൺസൈറ്റി ആയിരിക്കും. രണ്ടാമത്തേത് ഫ്ലഫി ആയിരിക്കും, so that some of the part of the content will be lost. And third one is it will be very difficult to obtain clump-free homogeneous suspension. നമ്മൾ ഫ്രീസ് ഡ്രൈഡുള്ള പൗഡറിനെ വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ക്ലബ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും സാധാരണഗതിയിൽ. ആ ക്ലബ് ഫ്രീ ആയിട്ടുള്ള ഹോമോജനൈസ്ഡ് സസ്പെൻഷൻ കിട്ടാൻ ഡിഫിക്കൽട്ടി ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ക്ലംബിങ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലബ് ചെയ്തിട്ടാണ് നിൽക്കുക എന്ന് പറഞ്ഞു അല്ലെ, അൺസൈറ്റി ക്ലബ് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള ലിക്വിഡ് മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ ക്ലബ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, we can grind this clump with steel ball in a small sterile mill, or in order to overcome this problem, a non-ionic surfactant like polyoxyethylene ether was included in the growth media, and this will allow organism to grow throughout the medium, and it eliminates the clumping problem at all stages, including reconstitution of freeze-dried material. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലംബ് ചെയ്തിട്ടുള്ള സാധനത്തിന് സ്റ്റീൽ ബോൾ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെറൈൽ മില്ലിൽ വെച്ചിട്ട് നമുക്ക് അതിനെ ഹോമോജനൈസ് ചെയ്യാം. അതായി കഴിഞ്ഞാലുള്ളതാണ്. ഇനി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ അയോണിക് സർഫാക്ടൻസ്, പോളിയോക്സി എത്തിലിൻ ഈതേഴ്സ് പോലെയുള്ള നോൺ അയോണിക് സർഫാക്ടൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഗ്രോത്തിൽ ആ ഒരു മീഡിയത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് വിൽ എലിമിനേറ്റ് ദ ക്ലംബിംഗ് പ്രോബ്ലം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. Now, fluffiness can be reduced. നമ്മൾ മൂന്ന് സ്റ്റെബിലിറ്റി പ്രോബ്ലം ആണ് പറഞ്ഞത്, രണ്ടാമത്തേതാണ് ഫ്ലഫിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലഫിനെസ് can be reduced and reconstituted assisted with the inclusion of dextran 8.3% in suspending medium that was used for drying the cells. And the medium also contain glucose 7.5% which can prevent the excessive drying and in correct concentration allow the retention of optimum amount of moisture. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ സാധാരണ
ഫ്രീസ് ഡ്രൈ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഡിഫിക്കൽട്ടീസുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഒന്ന് പോളിഎക്സിലിൻ ഈതർ ആഡ് ചെയ്യാം, രണ്ടാമത്തത് ഡെക്സ്ട്രാൻ 8.3% നമ്മൾ ആഡ് ചെയ്യാം, ഗ്ലൂക്കോസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഫ്രീസ് ഡ്രൈയിങ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ചെയ്ത് സീൽ ചെയ്യുക ഇൻ വാക്വം. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ. ഓക്കെ, നൗ കമ്മിങ് ടു ദ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഫ്രീസ് ഡ്രൈ. അപ്പോൾ ഏത് വാക്സിൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും യൂസ് ചെയ്യുന്നതിന് മുന്നേ വി ഹാവ് ടു സ്റ്റാൻഡർഡൈസ് to determine the number of living cell per ml. So here we will perform different viable count techniques like pour plate technique, drop technique, spread plate technique, roll tube technique, and membrane filtration technique. All these methods are the methods to count the bacteria, viable count of the bacteria. Okay, so it should containing 1 to 8 into 10 raised to 8 colony forming unit. കോളനി ഫോമിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഒരു ഗ്രൂപ്പായിട്ട് ഒരു കോളനി ആയിട്ടാണ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാം. അപ്പോൾ എത്ര കോളനി ഫോമിംഗ് യൂണിറ്റുകൾ നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിന്റെ മുകളിൽ എത്ര കോളനീസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 to 8 into 10 raised to 8 അത്രയും കോളനി ഫോമിംഗ് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എൻ ലൈവ് ബാക്ടീരിയൽ വാക്സിൻ, അറ്റ്യൂനേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ ആണ്. അപ്പോൾ ഈ ഒരു വാക്സിന് കോളനി ഫോം ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സുകൾ അതിലുണ്ടെങ്കിൽ മാത്രമാണ് അത് എഫിഷ്യന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വി ഹാവ് ടു സ്റ്റാൻഡർഡൈസ് ദിസ് വൺ. ഓക്കെ, നൗ ഹൗ ക്യാൻ ബി സ്റ്റോർ ദിസ് ഫ്രീസ് ഡ്രൈ ഫോം? വി ഹാവ് ടു കെപ്റ്റ് ഫ്രോസൺ അറ്റ് -15 to -25 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫ്രോസൺ സ്റ്റേറ്റിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ BCG vaccine almost 2 years stability. Okay, now how can we use the freeze dried vaccine? This will be stored as a powder. So this freeze dried BCG vaccine is prepared immediately before use by reconstitution from dried vaccine with a suitable diluent. എപ്പോഴാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആ യൂസ് ചെയ്യേണ്ട സമയത്ത് സൂട്ടബിൾ ആയിട്ടുള്ള ഡയലുവന്റ് യൂസ് ചെയ്തിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ BCG vaccine പ്രിപ്പയർ ചെയ്യുന്നതിന് ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ. Now, route of administration is intracutaneous and it will give immunity up to 0 to 8%, effective in preventing tuberculosis for a duration of 15 years. ഒറ്റ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 0 to 80% efficacy ആണ് for 15 days. So this is all about the freeze dried vaccine. So this is a conclusion about the preparation of BCG vaccine, Bacillus Calmette-Guerin vaccine. We have to select bovine cattle strains of Mycobacterium tuberculosis, and we have to grown on medium containing ox bile to reduce the virulence of organism up to an 13. We have to subculture for 13 years, maximum of subculturing of 231 times. By this, we can reduce the virulence of Mycobacterium tuberculosis. Then we will go for the antigenicity and freedom from pathogenicity. We have to check the antigenicity and freedom from pathogenicity. And for the preparation of liquid vaccine, we will grow this subcultured organism in a liquid medium not more than 14 days. And this culture is separated by centrifugation process, and we can directly use as a liquid vaccine. But there are different disadvantages. It have short life period. 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും, ഡിറ്റീരിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിക്വിഡ് വാക്സിൻ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഫ്രീസ് ഡ്രൈഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും ബൈ യൂസിങ് ഡെക്സ്ട്രാൻ, ഗ്ലൂക്കോസ് ആൻഡ് പോളി ഓക്സി എത്തിലിൻ ഈതർ. ഓക്കെ, ക്ലംബ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. So that we can prepare freeze dried form of Bacillus Calmette-Guerin, and we will standardize for number of viable microorganisms present per ml. It should contain 1 to 8 into 10 raised to 8 colony forming unit. And finally, we can keep in frozen state at -15 to 25 degrees Celsius. So this is all about the BCG vaccine, which is an live attenuated bacterial vaccine. Hope it is clear. Thank you for watching.